നമസ്കാരം. ചേച്ചി, ബി.ജെ.പിക്ക് ഇപ്പോൾ പുതിയൊരു സംസ്ഥാന അധ്യക്ഷൻ എത്തിയിരിക്കുകയാണല്ലോ, രാജീവ് ചന്ദ്രശേഖർ. എന്താണ് പ്രതീക്ഷകൾ? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിത്വം ബി.ജെ.പി എന്ന പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് മാത്രമല്ല, അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായതോടു കൂടിയിട്ട് മൊത്തത്തിൽ ജനങ്ങൾക്ക്, കേരളത്തിലുള്ള ഓരോ ജനങ്ങൾക്കും വളരെ പ്രതീക്ഷയോടു കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സംസ്ഥാനത്ത് ബി.ജെ.പി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രമാത്രം നല്ല പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെക്കും. അതിനേക്കാൾ ഉപരി നമ്മുടെ യുവതലമുറയ്ക്ക് നാട് വിട്ടു പോയിക്കൊണ്ട് മഞ്ഞ നാട്ടിൽ പോയി കഷ്ടപ്പെടുന്ന യുവതലമുറയെ ഇവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ള ഏറ്റവും മുഖ്യമായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അത് തന്നെയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ബി.ജെ.പിയുടെ പ്രവർത്തകരായ വനിതകൾ പ്രത്യേകിച്ച് എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ബി.ജെ.പിയുടെ വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് കഠിന പ്രയത്നം കാഴ്ചവെക്കാൻ ഞങ്ങളേവരും തയ്യാറാണ്. അദ്ദേഹത്തിന് ഇതിലേക്ക് വന്നതോടുകൂടി തന്നെ മാറി നിൽക്കപ്പെടുന്ന ഒരുവിധം ജനങ്ങളെല്ലാവരും ഈ ബി.ജെ.പി എന്ന പ്രസ്ഥാനത്തിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബി.ജെ.പിയുടെ വളർച്ച മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി.ജെ.പിയുടെ വളർച്ച മാത്രമല്ല, കേരളത്തിൻ്റെ ഉന്നമനവും കൂടി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമാണ് എന്നുള്ള ഒരു വിശ്വാസം എല്ലാ ജനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. അത് പ്രാവർത്തികമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തകരായ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻ സമൂഹത്തിന് വലിയൊരു പിന്തുണ ലഭിച്ചിരുന്നു. അത് കേരള വ്യാപകമായിട്ട് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടുകൂടി വ്യാപകമായിട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചോടുകൂടി തന്നെ മതേതര പാർട്ടിയാണ് ബി.ജെ.പി എന്നുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങൾ ദൂരെ എറിഞ്ഞു കഴിഞ്ഞു. കാരണം എല്ലാ മതവിഭാഗങ്ങളും ഇപ്പം ബി.ജെ.പിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു മതവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ബി.ജെ.പി എന്നുള്ളത് ഇന്ന് കേരള ജനത മനസ്സിലാക്കി കഴിഞ്ഞു. അത് ഇനി തുടർന്നുകൊണ്ടിരിക്കും. എല്ലാ വിഭാഗങ്ങളും രാജ്യത്തിൻ്റെ ഉന്നമനമാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മതവിഭാഗങ്ങളും ബി.ജെ.പിയിലേക്ക് അടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി.ജെ.പിക്ക് വ്യത്യസ്തനായിട്ടുള്ളൊരു പ്രസിഡന്റ് വന്നപ്പോൾ ഇവിടെയുള്ള ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയൊക്കെ ഒരു നിലപാട്, അദ്ദേഹത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള ചില നിലപാടുകളൊക്കെ വന്നിട്ടുണ്ട്. എന്താണ് അതിനോട് പറയാനുള്ളത്? അവർക്ക് ഇനി പരിഹാസം മാത്രമേ ലക്ഷ്യമായിട്ടുള്ളൂ. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ അടിത്തറ മുഴുവൻ ഇളകിക്കഴിഞ്ഞു. ഇനി തിരിച്ചൊരു വരവ് കോൺഗ്രസിനെ സംബന്ധിച്ചോളം എന്തായാലും ഇല്ല. പിന്നെ ഇന്നത്തെ കേരളത്തിന്റെ ഭരണം പിണറായി വിജയൻ ആകെ താറുമാറാക്കിയിട്ടുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നു. വീട് വീടാനന്തരം കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മൊത്തം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നശിച്ച് നാറാണക്കല്ലെടുത്തു. അപ്പം ജനം എങ്ങനെയെങ്കിലും ഇതൊന്നും 5 വർഷം കഴിഞ്ഞ് വിട്ടുപോയാൽ മതി എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ജനങ്ങളിരിക്കണേ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കാൽവെപ്പ് കേരള ജനതയ്ക്കും മോദിക്കും ഒരു പൊന്തൂവലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മൂന്നാമതും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് ഉള്ളൊരു പ്രതീക്ഷയിലാണ് ഇടതുപക്ഷത്തിൻ്റെയും മുഴുവൻ സഖാക്കളും കേരളത്തിലെ. അവരോട് എന്താണ് പറയാനുള്ളത്? അത് അവരുടെ നടക്കാത്തൊരു സ്വപ്നം മാത്രമാണ്. രണ്ട് തവണ അടുപ്പിച്ച് ജനങ്ങൾ ഏൽപ്പിച്ചു എന്നുള്ളത് വേറെ ഗതിയില്ലാത്തത് കൊണ്ട് ഏൽപ്പിച്ചു പോയതാണ്. പക്ഷേ ഇന്ന് ബി.ജെ.പിയുടെ വളർച്ച വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി അവർ രണ്ടുപേരും കേരളത്തിൽ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുമില്ല, കേരള ജനതയ്ക്കുമില്ല. വലിയ പ്രതീക്ഷയാണ്. സ്ത്രീ ജനങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ? സ്ത്രീ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവേശകരമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ റെഡിയായിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒറ്റക്കെട്ടായി ബി.ജെ.പി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വക സംശയവുമില്ല. അത്ര കരുത്തുറ്റ ഒരു നേതാവിനെയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ ഓരോ സ്ത്രീകൾക്കും വളരെ ആവേശമാണ് കിട്ടിയിരിക്കുന്നത്. അത് ഞങ്ങൾ അടുത്ത വരുന്ന ഇലക്ഷനിൽ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. നമസ്കാരം ചേച്ചി, ഇപ്പോൾ ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നിരിക്കുകയാണല്ലോ, രാജീവ് ചന്ദ്രശേഖർ. എത്രത്തോളം ഉണ്ട് പ്രതീക്ഷകൾ? വളരെ വലിയ പ്രതീക്ഷ തന്നെയാണ്. കാരണം ഇതിനു മുമ്പത്തെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനായ ശ്രീ കെ സുരേന്ദ്രൻ ഒരുപാട് പാർട്ടിയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരു MP-യെയും സംഭാവന ചെയ്തിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങുന്നത്. അപ്പോൾ അദ്ദേഹം അവസാനിപ്പിച്ചിടത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് തുടങ്ങാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മാത്രമല്ല അദ്ദേഹം യുവാക്കളുടെ ഇടയിൽ കുറച്ചുകൂടി ടെക്കി എന്നുള്ള ഒരു ലേബൽ അദ്ദേഹത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലായിരിക്കും കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നാണ് തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പ്രവർത്തന ശൈലിയാണ്. അപ്പോൾ സുരേന്ദ്രൻ എന്നൊക്കെ പറയുന്നത് ബൂത്ത് തലം മുതൽ പ്രവർത്തിച്ച യുവമോർച്ച എന്നൊക്കെ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം
മറ്റൊരു രീതിയിൽ നോക്കിക്കണ്ടിട്ടുള്ള വ്യക്തിയാണ്. കാരണം പുറമേ നിന്ന് ആ സമയത്തെല്ലാം പുറമേ നിന്ന് ഈ രാഷ്ട്രത്തെ നോക്കിക്കണ്ടിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേറൊരു രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി വേറെ ആയിരിക്കാം. ആ ഒരു രീതിയിൽ തന്നെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാവർക്കും ശുഭാപ്തി വിശ്വാസം തന്നെയാണുള്ളത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്, ബിജെപിയുടെ പ്രതീക്ഷകൾ എത്രത്തോളമായിരിക്കും? ബിജെപി അദ്ദേഹം ആദ്യം തന്നെ സ്ഥാനമെടുത്തതിന് ശേഷം തന്നെ പറഞ്ഞല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കോർപ്പറേഷൻ, തൃശ്ശൂർ അടക്കമുള്ള കോർപ്പറേഷനുകൾ പിടിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ബിജെപിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സുരേഷ് ഗോപി MP ആയിട്ടുള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം, അവിടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലും ബിജെപിക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസം തന്നെയാണുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അവിടെയെല്ലാം തന്നെ അവിടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ബിജെപി ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് തന്നെയാണ് ബിജെപിയുടെ പ്രതീക്ഷ. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങി തുടങ്ങി. ന്യൂനപക്ഷങ്ങളുടെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ബിജെപിയോട് അകന്നു നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾ അടുക്കാനുള്ള സാധ്യതയുണ്ടോ ഇനിയെങ്കിലും? ബിജെപിയോട് ന്യൂനപക്ഷങ്ങൾ അടുത്തു കഴിഞ്ഞല്ലോ. അതിനുള്ള തെളിവാണല്ലോ ശ്രീ സുരേഷ് ഗോപി ഇവിടെ ജയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരുപാട് വോട്ടുകൾ കിട്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത്. മാത്രമല്ല ബിജെപി ഒരിക്കലും ന്യൂനപക്ഷങ്ങളോട് അയിത്തം കാണിക്കുന്ന ഒരു പാർട്ടിയല്ല. കാരണം ഞങ്ങളുടെ തൃശ്ശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും അകന്നു നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇവിടെയുള്ള മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ്. നമസ്കാരം. ചേട്ടാ, ബിജെപിക്ക് പുതിയൊരു സംസ്ഥാന അധ്യക്ഷൻ എത്തിയിരിക്കുകയാണ്, രാജീവ് ചന്ദ്രശേഖർ. വ്യക്തിപരമായിട്ട് അദ്ദേഹം നിരവധി കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അത് ബിജെപി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൽ ഒരു വളർച്ച ഉണ്ടാക്കി എടുക്കാൻ അല്ലെങ്കിൽ അധികാരത്തിലെത്തിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സാധിക്കും. ഇപ്പോൾ BV രാജേഷിൻ്റെ വിഷയം ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നൽകുന്നത് അതിനുള്ള സൂചനയാണ്. കാരണം BJP-യിലെ വിഭിന്ന ചിന്താഗതിക്കാരുണ്ടാവും, വിഭിന്ന ഗ്രൂപ്പുകളല്ല, വിഭിന്ന രീതിയിൽ ചിന്തിക്കുന്ന പ്രവർത്തകരെയെല്ലാം ഒരുമിച്ച് സമന്വയത്തോടുകൂടി കൊണ്ടുപോകാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഇപ്പോൾ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ കോൺഗ്രസും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന പരിചയക്കുറവ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട്. പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ പറയാനുള്ള കാരണം? അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്പം ചരിത്രം പഠിക്കേണ്ടി വരും. സഖാക്കൾ പൊതുവെ ചരിത്രം അറിയാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിപ്പെട്ടത്. 70കളിൽ ലോകത്ത് ചിപ്പുകളുടെ ഒരു വിപ്ലവം ഉണ്ടായി. ആ സമയത്ത് അതിൻ്റെ പുറകിലെ ഒരു റിസർച്ച് ടീമിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു. അന്ന് സഖാക്കൾ വല്ല മുറി വീഡിയോ അല്ലെങ്കിൽ കട്ടൻ ചായയോ കുടിച്ച് കേരളത്തിലെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യുന്ന കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഇൻ്റൽ ചിപ്പുകളുടെ R&Dയുടെ പുറകെ പോയത്. അതിനുശേഷം ഒരു 80കളിൽ 90കളിൽ നമ്മളൊക്കെ ട്രങ്കുകളും STDയും വിളിക്കാനായിട്ട് ട്രങ്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ BPL മൊബൈൽ ഫോൺ അവതരിപ്പിച്ചു. അപ്പോൾ എന്നും കാലഘട്ടത്തിന് മുമ്പേ ചിന്തിക്കുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അതുപോലുള്ളൊരു വ്യക്തികൾ രാഷ്ട്രീയത്തിലേക്ക്, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ സഖാക്കളെ സ്വാഭാവികമായിട്ട് കുറച്ചുകൊണ്ടേയിരിക്കും. അവരവരുടെ കുര തുടരട്ടെ. അവർ കുറച്ചതുകൊണ്ട് തൃശ്ശൂരിൽ നമ്മൾ MP-നെ ജനങ്ങൾ സുരേഷ് ഗോപിനെ തന്നെ തിരഞ്ഞെടുത്തു. അവരുടെ കുര കേട്ടിട്ടല്ല ജനങ്ങൾ പ്രതികരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗം, പ്രത്യേകിച്ച് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഒരു വലിയൊരു വിഭാഗം ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ മുസ്ലിം സമൂഹം ഇപ്പോഴും വിട്ടുമാറി നിൽക്കുകയാണ്. അതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും? സ്വാഭാവികമായിട്ടും സാധിക്കും. ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹം തന്നെ BJPയുമായിട്ട് അടുക്കാൻ തുടങ്ങിയത് ഒരു 5 കൊല്ലം മുമ്പാണ്. അതിനു മുമ്പ് അവരും നമ്മളായിട്ട് അല്പം അകൽച്ചയിലായിരുന്നു നിന്നിരുന്നത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വം എന്താണ് എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ, അതായത് ഭാരതത്തിൽ ജനിച്ച എല്ലാവരും ഹിന്ദുക്കളാണ്, ഭാരതീയരാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ സ്വീകരിക്കാൻ തയ്യാറായി. നമ്മൾ 2 കൈ നീട്ടി അവരെ സ്വീകരിച്ചു. അതേപോലെ തന്നെ ഇന്നും നമ്മളെ മനസ്സിലാക്കാതെ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ മാറി നിൽക്കുന്ന മുസ്ലിം സഹോദരന്മാർ ഉടൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സത്യം മനസ്സിലാക്കി അവർ നമ്മളോടൊപ്പം ചേരുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിനുള്ള ഒരു ഉദാഹരണമാണ് അബ്ദുള്ളക്കുട്ടി SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിച്ച ശേഷം സത്യം, ദേശീയത, വികസനം ഈ കാര്യങ്ങൾ ഏതൊരു പ്രസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കി ആ ടീമിൻ്റെ ഒപ്പം പ്രവർത്തിച്ച് നിൽക്കുവാനായിട്ട് അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നു. ചേട്ടാ, ഇപ്പോൾ അവസാനമായിട്ട് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മൂന്നാമതൊരു ഭരണത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ് കേരളത്തിൽ. അതിനൊരു തടസ്സമാകാൻ, അതിനെ മറികടക്കാൻ BJPക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അവരൊരു സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത്. അവരുടെ ലക്ഷ്യം മൂന്നാമത് വരാൻ പോകുന്ന പിണറായി ഭരണമല്ല, മുഹമ്മദ് റിയാസിൻ്റെ ഭരണമാണ്. ആ കാര്യം നടക്കാൻ പോകുന്നില്ല. ഇനി വരാൻ പോകുന്നൊരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ആർക്കും വേണ്ട.